ഹലോ, എല്ലാവർക്കും നമസ്കാരം. HSAയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക്, കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 5 പെടുന്ന ടോപ്പിക്കാണത്. അപ്പൊ ഇന്നലെ നമ്മൾ അതിനകത്ത് ഒരു ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതിൽ തന്നെ രണ്ടെണ്ണാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്, മാസ് ശതമാനവും അതുപോലെ തന്നെ പാർട്സ് പെർ മില്യണും. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ മാർഗങ്ങൾ, ഗാഢത പ്രസ്താവിക്കുന്ന പുതിയ മാർഗങ്ങൾ ഏതാണെന്ന് നോക്കുന്നതിന് മുൻപ് തന്നെ ഇന്നലെ പഠിച്ച കുറെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് പോവാം. താഴെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് ദ്രാവക ലായനികൾക്ക് ശരിയായ ഉദാഹരണം ഏതെന്ന് തിരഞ്ഞെടുക്കുക. നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ദ്രാവക ലായനികൾക്ക് ശരിയായ ഉദാഹരണം ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ്? എത്തനോളിന്റെ ജലത്തിലുള്ള ലായനി, നൈട്രജൻ വാതകത്തിൽ കർപ്പൂരം ലയിക്കുന്നു, ചെമ്പിന്റെ സ്വർണത്തിലുള്ള ലായനി, കർപ്പൂരം ലയിപ്പിച്ച നൈട്രജൻ വാതകം. അപ്പൊ ഏതാണ് ഇതിനകത്തുള്ള ദ്രാവക ലായനി എന്ന് നോക്കിക്കേ. ഇതിലുള്ള ദ്രാവക ലായനിക്കുള്ള എക്സാമ്പിൾ ഏതാണ്? എത്തനോളിന്റെ ജലത്തിലുള്ള ലായനിയാണോ, നൈട്രജൻ വാതകത്തിൽ കർപ്പൂരം ലയിക്കുന്നതാണോ, മറ്റേതാണോ? അതായത് എത്തനോളിന്റെ ജലത്തിലുള്ള ലായനിയാണ്, അപ്പൊ അതൊരു ദ്രാവക ലായനിയാണ് അല്ലെ. ഇനി അപ്പൊ അത് ദ്രാവക ലായനിയാണ്, നമുക്ക് കിട്ടി. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. നൈട്രജൻ വാതകത്തിൽ കർപ്പൂരം ലയിക്കുന്നു, അതൊരു വാതക ലായനിയാണ് അല്ലെ. നൈട്രജൻ വാതകം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ചെമ്പിന്റെ സ്വർണത്തിലുള്ള ലായനി, രണ്ടെണ്ണവും ഖരാവസ്ഥയിലുള്ളതാണ്, സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി എ സോളിഡ് സൊല്യൂഷൻ അല്ലെ. ഇനി കർപ്പൂരം ലയിപ്പിച്ച നൈട്രജൻ വാതകം എന്ന് പറയുമ്പോഴും അത് എന്ത് ലായനി തന്നെയായിരിക്കും? അതൊരു നൈട്രജൻ ലായനി തന്നെയായിരിക്കും. സോ ദി ആൻസർ എന്തായിരിക്കും? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആയിരിക്കും അല്ലെ. എത്തനോളിന്റെ ജലത്തിലുള്ള ലായനി, അതായിരിക്കും അതിന്റെ ആൻസർ. അടുത്തത്, ഒരു ലായനിയിലെ കുറഞ്ഞ അളവിലുള്ള ഘടകം ഏതാണ്? നമുക്കറിയാം, ഒരു ലായനിയിൽ രണ്ട് ഘടകങ്ങളാണുള്ളത്, ലീനവും അതുപോലെ തന്നെ ലായകവും. അപ്പൊ അതിൽ കുറഞ്ഞ അളവിലുള്ളത് ആരാണ്? ലീനമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ ലീനം, ഓപ്ഷൻ ബി. ദെൻ ഒരു ലായകത്തിലെ ഒരു ലീനത്തിന്റെ ലയിക്കുന്ന സ്വഭാവം ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ്? മർദ്ദം, താപനില, ലായകത്തിന്റെ സ്വഭാവം, മുകളിൽ പറഞ്ഞവയെല്ലാമാണ് അല്ലെ. കാരണം അതിനകത്ത് ലയിക്കുന്ന ലീനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ മർദ്ദം, പിന്നെ അതിന്റെ നമ്മൾ കൊടുക്കുന്ന താപനില, പിന്നെന്താണ്, അത് ഏത് സോൾവെന്റിലാണോ, ഏത് ലായകത്തിലാണോ അത് ഡിസോൾവ് ആവാൻ പോകുന്നത്, അതിന്റെ സ്വഭാവം, ഇതിനെല്ലാം ആശ്രയിച്ചായിരിക്കും ആ ലീനം ലയിക്കുന്നത്. സോ ആൻസർ ഈസ് ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ ഇതിനൊക്കെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മർദ്ദം, താപനില, അതുപോലെ തന്നെ ലായകത്തിന്റെ സ്വഭാവം. ദെൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഖരലായനി അല്ലാത്തത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഖരലായനി അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. രസവും സോഡിയവും ചേർന്ന അമാൽഗം, അത് തന്നെ നമ്മൾ പഠിച്ചു, അതൊരു ഖരലായനിയാണ്. ചെമ്പിന്റെ സ്വർണത്തിലുള്ള ലായനി, അതും എന്ത് തന്നെയാണ്? ഖരലായനിയാണ് അല്ലെ. ഹൈഡ്രജന്റെ പലേഡിയത്തിലുള്ള ലായനി എന്നാണ്. ഹൈഡ്രജന്റെ പലേഡിയത്തിലുള്ള ലായനി. ക്ലോറോഫോം ചേർത്തിട്ടുള്ള നൈട്രജൻ വാതകം. അപ്പൊ ഏതാണ് ഖരലായനി അല്ലാത്തത്? ക്ലോറോഫോം ചേർത്തിട്ടുള്ള നൈട്രജൻ വാതകമാണ്. അത് എന്ത് ലായനിയാണ്? അതൊരു വാതക ലായനിയാണ്. ഇനി കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് എത്ര? അത് ഇന്നലെ നമ്മൾ ppm പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ppm ആണെന്ന് അല്ലെ. ഇനി ജലത്തിൽ, അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിൽ എത്ര അളവിൽ ഫ്ലൂറൈഡ് അയോണുകളുടെ ഗാഢത ഉള്ളപ്പോഴാണ് അത് ദന്തക്ഷയം തടയുന്നത്? പല്ലുകൾ കേടുവരുന്നത് തടയുന്നത് ഫ്ലൂറൈഡ് അയോണുകളുടെ ഗാഢത ഏത് റേഞ്ചിലുള്ളപ്പോഴാണ്? അതറിയോ? അത് 1 ppm ആണ് കേട്ടോ. 1 ppm ആണ് അതിന്റെ ആൻസർ. ഇനി 1.5 ppm ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ജലത്തിലുള്ള ഫ്ലൂറൈഡ് അയോണുകളുടെ ഗാഢത എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പല്ലില് പുള്ളിക്കുത്തുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ഇനി ഒരു ലായനിയിലെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ മാസ് ശതമാനം പ്രസ്താവിക്കുന്ന രീതി ഏതാണ്?
ക്വസ്റ്റ്യനിൽ തന്നെ എന്റെ ആൻസർ ഉണ്ട്, മാസ് ശതമാനം അല്ലെ. അപ്പോ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ മാസ് ശതമാനം പ്രസ്താവിക്കുന്നത് മാസ് ശതമാനം ഉപയോഗിച്ച് തന്നെയാണ്. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്ര? അപ്പൊ നമുക്കിവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ലീനത്തിന്റെ മാസ് തന്നിട്ടുണ്ട് അല്ലെ. ലീനത്തിന്റെ മാസ് അല്ലെങ്കിൽ മാസ് ഓഫ് സോല്യൂട്ട്, ലീനത്തിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ലീനത്തിന്റെ മാസ് എന്ന് പറയുന്നത്? ലീനത്തിന്റെ മാസ് എന്ന് പറയുന്നത് 30 ഗ്രാം ആണ് അല്ലെ. ഇനി 120 ഗ്രാം ജലത്തിലാണ് അത് ലയിച്ചത്. അപ്പൊ 120 ഗ്രാം ജലത്തിൽ ലയിച്ചിട്ട് അതെന്തായി? ആകെ ഒരു സൊല്യൂഷനായി മാറിയില്ലേ? അതായത് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് ആകെ ലായനിയുടെ മാസ്, ആകെ ലായനിയുടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ഗ്രാം സോല്യൂട്ടും അതുപോലെ തന്നെ ആരുണ്ട്? 120 ഗ്രാം സോൾവെന്റും ലായകവും കൂടിയിട്ട് 150 ഗ്രാം ആണ് മൊത്തത്തിലുള്ള ലായനി എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 150 ഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെ മാസ് ശതമാനം കണ്ടുപിടിക്കാം? മാസ് പെർസെന്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് ബൈ വെയിറ്റ് ആണ് ഇത്, വെയിറ്റ് ബൈ വെയിറ്റ്. നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ ആകെ മാസ്, ലായനിയുടെ ആകെ മാസ് ഇൻറ്റു 100 അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ലീനത്തിന്റെ മാസ് എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ ലായനിയുടെ ആകെ മാസ് എത്രയാണ്? 150 ഇൻറ്റു 100. അപ്പൊ എത്ര കിട്ടും? 20% എന്ന് കിട്ടും, 20%. അപ്പൊ അതിന്റെ അർത്ഥം ആ ലായനിയിലുള്ള ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? 20%. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 200 ഗ്രാം ഗ്ലൂക്കോസ് ലായനിയിൽ 24 ഗ്രാം ഗ്ലൂക്കോസ് ലയിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം. പിന്നെ നമുക്ക് ഒറ്റയടിക്ക് ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്താൽ മതിയല്ലോ. എത്രയാണ് ലീനത്തിന്റെ മാസ് എന്ന് പറയുന്നത്? അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ശതമാനമാണ്. മാസ് ശതമാനം ഈക്വൽ ടു 24 ഗ്രാം ഉണ്ട് എന്ത്? ലീനത്തിന്റെ മാസ്. ഇനി ലായനിയുടെ മൊത്തം മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 200 ഇൻറ്റു മാസ് ശതമാനം ആയതുകൊണ്ട് 100. സോ നമുക്ക് എത്ര കിട്ടും? 12% എന്ന് കിട്ടും അല്ലെ. 12% എന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് മാസ് ശതമാനത്തിന്റെ പ്രോബ്ലംസ്. ദെൻ നമുക്ക് പുതിയ ഗാഢത പ്രസ്താവിക്കുന്ന അടുത്ത മാർഗത്തിലേക്ക് കടക്കാം. അതാണ് വ്യാപ്ത ശതമാനം എന്ന് പറയുന്നത്. വ്യാപ്ത ശതമാനം ഇന്നലെ നമ്മൾ മാസ് ശതമാനം പറഞ്ഞപ്പോ എങ്ങനെയാ പറഞ്ഞത്? വെയിറ്റ് ബൈ വെയിറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ആകെ ലായനിയുടെ മാസ്. അപ്പോ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? ഇവിടെ വെയിറ്റ് ബൈ വെയിറ്റിന് പകരം വ്യാപ്ത ശതമാനം വോളിയം പെർസെന്റേജ് ആയതുകൊണ്ട് വോളിയം ബൈ വോളിയം എന്നാണ് ഇവിടെ വരിക. അപ്പൊ എന്താണ് ഒരു ഘടകത്തിന്റെ വ്യാപ്ത ശതമാനം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഘടകത്തിന്റെ വ്യാപ്തം അപ്പൊ ലീനത്തിന്റെ വ്യാപ്താണെന്ന് വിചാരിക്കുക. അപ്പൊ ഘടകത്തിന്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ലായനിയുടെ ആകെ വ്യാപ്തം, അത് ഇൻറ്റു 100. ഇതാണ് അതിന്റെ ഇക്വേഷൻ. മറ്റേ പോലെ തന്നെയാണ് ഇവിടെ വ്യാപ്തം വന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഈ വ്യാപ്ത ശതമാനം ഇന്നലെ നമ്മൾ മാസ് പെർസെന്റേജ് പറഞ്ഞപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യാവസായികമായിട്ട് വളരെ കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ സൊല്യൂഷൻസിന്റെ ഒക്കെ ഗാഢത പ്രസ്താവിക്കാനാണ് നമ്മൾ മാസ് പെർസെന്റേജ് എന്ന് പറയുന്ന ആ ഒരു ഏകകം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വ്യാപ്ത ശതമാനമാകുമ്പോ അവിടെ എന്താണ് അതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? ദ്രാവക ഘടകങ്ങൾ ചേർന്ന ലായനിയുടെ ഗാഢത സൂചിപ്പിക്കാനാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. ദ്രാവക ഘടകങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിനകത്തൊക്കെ ശീതീകാരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എഴുതാം. ശീതീകാരി എന്ന് പറഞ്ഞാൽ ആന്റി ഫ്രീസ് കേട്ടോ. ശീതീകാരിയായിട്ട് യൂസ് ചെയ്യുന്നത് ആന്റി ഫ്രീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 35% വോളിയം ബൈ വോളിയം എത്തിലീൻ ഗ്ലൈക്കോൾ ലായനിയാണ്. എത്തിലീൻ ഗ്ലൈക്കോൾ ലായനി.
അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ഗാഢതയിൽ 35% വോളിയം ബൈ വോളിയം ആ ഒരു ഗാഢതയിൽ ഇത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജലത്തിന്റെ ആ ഫ്രീസിംഗ് പോയിന്റ് അത് കുറയ്ക്കും. അതാണ് ഇതിന്റെ യൂസേജ്. ഓക്കെ, അപ്പൊ ഇതാണ് വ്യാപ്ത ശതമാനത്തിന്റെ ഇക്വേഷൻ. വ്യാപ്ത ശതമാനത്തിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എഞ്ചിനിനെ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ആരെ 35% വോളിയം ബൈ വോളിയം എത്തിലീൻ ഗ്ലൈക്കോൾ ലായനി. അതെന്താണ് ചെയ്യുന്നത്? ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു 10% എത്തനോൾ ഓർ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഗ്ലൂക്കോസ് ആണ്. 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ് എന്നാ പറഞ്ഞ മാസ് പെർസെന്റേജിന്റെ കാര്യത്തില്. ഇവിടെ എങ്ങനെയാണ് 10% എത്തനോൾ ഇൻ വാട്ടർ ബൈ വോളിയം ആണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ബീക്കർ നമ്മൾ എടുത്തു, ആ ബീക്കറിനകത്ത് നമ്മൾ ഒരു 90 ml വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. 90 ml വെള്ളം. ഈ 90 ml വെള്ളത്തിന്റെ കൂടെ നമ്മൾ അതിനകത്തേക്ക് എന്തും കൂടി ആഡ് ചെയ്യും? 10 ml എത്തനോളും കൂടി ആഡ് ചെയ്യും. അതാണ് ഇതിന്റെ അർത്ഥം. 10 ml എത്തനോളും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് ഈ 10% എത്തനോൾ ഇൻ വാട്ടർ ബൈ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്നലെ ചെയ്ത പോലെ ആ ഇക്വേഷനിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അപ്പോ വോളിയം പെർസെന്റേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ വ്യാപ്തമാണല്ലോ. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 10 ഡിവൈഡഡ് ബൈ ആകെ ലായനിയുടെ വ്യാപ്തം എത്രയാണ്? 10 ml ഉണ്ട്, 90 ml ഉണ്ട്, ദാറ്റ് ഈസ് 100 അല്ലെ. 100 into 100 അപ്പൊ എത്ര കിട്ടി? 10% കിട്ടി. 10% എത്തനോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട്, അതൊന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? വോളിയം പെർസെന്റേജ് അഥവാ വ്യാപ്ത ശതമാനം എന്ന് പറയുന്ന ഗാഢത കണ്ടുപിടിക്കാനുള്ള അടുത്ത ഏകകം. ഇനി അടുത്തത് മാസ് പ്രതി വ്യാപ്ത ശതമാനമാണ്. എന്താണ് മാസ് പ്രതി വ്യാപ്ത ശതമാനം? മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഓക്കെ, W/V. ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔഷധങ്ങളില് അതുപോലെ തന്നെ ഔഷധ വിദ്യകളിലൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഏകകമാണ് പിണ്ഡ പ്രതിവ്യാപ്ത ശതമാനം. എന്താണ് ഇതിന്റെ മലയാളം? പിണ്ഡ പ്രതിവ്യാപ്ത ശതമാനം എന്നും പറയും, മാസ് പ്രതിവ്യാപ്ത ശതമാനം എന്ന് പറയും. അപ്പൊ പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔഷധങ്ങളിലും ഔഷധ വിദ്യകളിലും പൊതുവെ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ഗാഢത കണ്ടുപിടിക്കാനുള്ളത് പിണ്ഡ പ്രതിവ്യാപ്ത ശതമാനമാണ്. ഇത് 100 ml ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ മാസാണ് അല്ലെങ്കിൽ ലീനത്തിന്റെ പിണ്ഡമാണ്. അപ്പൊ മാസ് പ്രതിവ്യാപ്ത ശതമാനം എന്ന് പറഞ്ഞാൽ 100 ml ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ പിണ്ഡമാണ്, ലീനത്തിന്റെ മാസാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇത് മാസ് പ്രതിവ്യാപ്ത ശതമാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ, അതായത് ഇപ്പൊ നമ്മൾ വോളിയം പെർസെന്റേജും പറഞ്ഞു, മാസ് പ്രതിവ്യാപ്ത ശതമാനവും പറഞ്ഞു. അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. A solution contains 25 grams of NaCl dissolved in 250 ml water. അതായത് 250 ml വെള്ളത്തിനകത്ത് എന്ത് ഡിസോൾവ് ആയിട്ടുണ്ട്? 25 ഗ്രാം NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസോൾവ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാസ് ബൈ വോളിയം പെർസെന്റേജ്? മാസ് ബൈ വോളിയം പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോ അതൊന്ന് ചെയ്യാം. അതായത് ഒരു സൊല്യൂഷൻ 250 ml ഓഫ് വാട്ടറിനകത്ത് 25 ഗ്രാം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് എന്തായിട്ടിരിക്കുന്നത്? ഡിസോൾവ് ആയിട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ വോളിയം പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 25 grams of NaCl dissolved in 250 ml of water എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സോല്യൂട്ട് ഏതാണ്? ഈ 25 gram of NaCl ആണ്. അതിന്റെ ടോട്ടൽ ml അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 250 ml. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യാം? 25 ഡിവൈഡഡ് ബൈ 250 into 100 അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10% എന്ന് കിട്ടും അല്ലെ. 10% എന്ന് വരും. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് which of the following units are involved in the calculation of mass by volume percentage? മാസ് ബൈ വോളിയം പെർസെന്റേജിനകത്ത് ഏതൊക്കെ
ഏതൊക്കെ യൂണിറ്റ്സുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ നോക്കുക, ഗ്രാംസ് ആൻഡ് ലിറ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് നോക്കിയാൽ മതി, ഗ്രാം ഉണ്ട് അല്ലെ, ഇവിടെ ഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ആരും ഉണ്ട്, മില്ലി ലിറ്റർ ഉണ്ട്. അപ്പൊ അതാണ് ആൻസർ. ഗ്രാംസ് ആൻഡ് മില്ലി ലിറ്റേഴ്സ് ആണ് വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ്. മാസ് ബൈ വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ളതിന്റെ എന്തെന്ന് പറയുന്നത്, അതിനകത്തുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് വോളിയം പെർസെന്റേജ് ആണ്. മാസ് ബൈ വോളിയം പെർസെന്റേജ് ആണെങ്കിലും ഏത് തന്നെയാ വരിക, ഗ്രാംസ് ആൻഡ് മില്ലി ലിറ്റേഴ്സ് ആണ് വരിക. ഇനി a solution is prepared by dissolving 30 grams of sugar in 200 ml of water. What is the mass by volume percentage of sugar in the solution? അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക, നമ്മൾ മാസ് ബൈ വോളിയം പെർസെന്റേജ് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, 30 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 15% എന്ന് കിട്ടും. എത്ര കിട്ടും, 15%. അപ്പൊ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരും. ഇനി അടുത്തത് 100 ml ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ പിണ്ഡം. 100 ml ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ പിണ്ഡത്തിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്, മാസ് പ്രതിവ്യാപ്ത ശതമാനം അല്ലെ. നേരത്തെ നമ്മൾ നോക്കിയതല്ലേ. അപ്പൊ മാസ് പ്രതിവ്യാപ്ത ശതമാനം എന്നാണ് 100 ml ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ പിണ്ഡത്തിനെ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ 2 ഏകകങ്ങളാണ് പഠിച്ചത് അല്ലെ. പിന്നെ നമുക്ക് അടുത്തതിനകത്തേക്ക് പോയാലോ. അതായത് ആദ്യം നമ്മൾ ഇന്ന് പഠിച്ചത് വ്യാപ്ത ശതമാനം പഠിച്ചു, അതുപോലെ തന്നെ മാസ് ബൈ വോളിയം അല്ലെങ്കിൽ മാസ് പ്രതി വ്യാപ്ത ശതമാനവും നമ്മൾ പഠിച്ചു. പിന്നെ അടുത്ത ഏകകം എന്ന് പറയുന്നത് മോൾ ഭിന്നമാണ്, മോൾ ഫ്രാക്ഷൻ. സാധാരണയായി മോൾ ഭിന്നത്തെ സൂചിപ്പിക്കാൻ കൈ എന്ന പ്രതീകമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ വലതു ഭാഗത്ത് ചുവടെയുള്ള എഴുത്ത് അത് ഏത് ഘടകത്തിന്റേതെന്നും സൂചിപ്പിക്കുന്നു. മോൾ ഭിന്നത്തെ ഇങ്ങനെ നിർവചിക്കാം. നോക്കുക, ഒരു ഘടകത്തിന്റെ മോൾ ഭിന്നം എന്ന് പറയുന്നത് ഘടകത്തിന്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എല്ലാ ഘടകങ്ങളുടെയും കൂടി ആകെ മോളുകളുടെ എണ്ണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മളിപ്പോ ഒരു ബൈനറി സൊല്യൂഷൻ, അതായത് 2 കോമ്പണൻസ് ഉള്ള ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം, എ എന്നും ബി എന്നും കൊടുക്കാം. ഓക്കെ. അപ്പൊ എ എന്ന് പറയുന്നത് അവിടുത്തെ സോൾവെന്റ്, അവിടുത്തെ ലായകമാണെന്നും, ലായകം, സോല്യൂട്ട് ബി എന്ന് പറയുന്നത് അവിടുത്തെ ലീൻ ആണെന്നും വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈ എ എന്ന് പറയുന്നത് എന്താണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് അല്ലെ. എയുടെ മോൾ ഭിന്നമാണ്, അതായത് സോൾവെന്റിന്റെ മോൾ ഭിന്നമാണ്. ബി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ്, സോല്യൂട്ടിന്റെ മോൾ ഭിന്നമാണ്. ഇനി എൻ എ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എക്സ് എ ഈസ് ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഇപ്പോ എക്സ് എയുടെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മോളില് എൻ എ ഇടണം, അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ എയുടെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് ബിയുടെ നമ്പർ ഓഫ് മോൾസ്. കാരണം എന്താണ് നമ്മുടെ ഇക്വേഷൻ, എല്ലാ ഘടകങ്ങളുടെയും കൂടി ആകെ മോളുകളുടെ എണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിനോമിനേറ്ററിൽ. സോ നമ്മൾ എൻ എ പ്ലസ് എൻ ബി ഇടണം. ഇനി എക്സ് ബി ആണ്, എക്സ് ബിയുടെ മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ബിയുടെ മോൾ ഫ്രാക്ഷൻ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മോളിൽ ഇടേണ്ടത്. അപ്പൊ എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. അപ്പൊ എൻ എ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആണ്. എൻ ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി അല്ലെങ്കിൽ ബിയുടെ മോളുകളുടെ എണ്ണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ മോളുകളുടെ എണ്ണം. ഓക്കെ. ഇനി ഇതിന്റെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 2 കോമ്പണന്റ്, ഇപ്പൊ എക്സ് എ ഉണ്ട് എക്സ് ബി ഉണ്ട്, ആ 2 എണ്ണത്തിന്റെയും മോൾ ഫ്രാക്ഷൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം, മോൾ ഭിന്നം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടണേ, 1 ആയിരിക്കും കിട്ടേണ്ടത്. അല്ലെങ്കിൽ അത് 2 എണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 1 ആയിരിക്കണം എന്നാണ് പറയണത്. പിന്നെ ഇവിടെ വേറൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ് എ അല്ലെങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷൻ, മോൾ ഭിന്നം എന്ന് പറയുന്നത് എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും, 1ലും കൂടുതൽ ആവില്ല എന്താണെങ്കിലും. അതായത് 2 എണ്ണത്തിന്റെ, എയുടെയും ബിയുടെയും 2 എണ്ണത്തിന്റെയും മോൾ ഭിന്നം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണ്ടേ, 1 ആണ് കിട്ടേണ്ടത്. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 138 ഗ്രാം എഥനോൾ 162 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന ലായനിയിൽ എത്തനോളിന്റെ മോൾ ഭിന്നം എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോ എത്തനോൾ എന്ന് പറയുന്നതാണ് എന്ത്, C2H5OH.
ഈ C2H5OH ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? മോൾ ഭിന്നം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ C2H5OH is equal to നമ്മൾ എന്താണ് ഇടേണ്ടത്? ഇക്വേഷൻ എന്തായിരിക്കും? C2H5OH ഡിവൈഡഡ് ബൈ NH2O. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്പർ ഓഫ് മോൾസ് വേണം അല്ലെ? അതായത് എത്തനോളിന്റെയും നമ്പർ ഓഫ് മോൾസ് വേണം. അവിടെ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എത്തനോളിന്റെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാം. അപ്പൊ എത്തനോൾ 2 എണ്ണമാണ് ഇവിടെ ഉള്ളത്. 2 മോളിക്യൂള് ആണ് ഇവിടെ കാർബൺ ഉള്ളത്. അപ്പൊ 2 ഇൻറ്റു അതിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? മോളിക്യുലാർ മാസ് എത്രയാണ്? 12 അല്ലെ? പ്ലസ് ഇവിടെ 1 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 16 പ്ലസ് 1 ഇൻറ്റു 1. മോളിക്യുലാർ മാസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മൊത്തം എത്ര കിട്ടും? എത്തനോളിന്റെ മോളിക്യുലാർ മാസ് എത്രയാണ് കിട്ടുന്നത്? 46 ഗ്രാം എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത് കണ്ടുപിടിക്കാം? എത്തനോൾ കണ്ടുപിടിക്കാലോ. അതാണ് ഇവിടെ C2H5OH എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ. നമുക്ക് എത്ര ഗ്രാം എത്തനോളിന് ഇവിടെ തന്നിട്ടുണ്ട്? 138 ഗ്രാം എത്തനോളിന് തന്നിട്ടുണ്ട്. സോ 138 ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ച മോളിക്യുലാർ മാസ്, ദാറ്റ് ഈസ് 46. അപ്പൊ എത്ര മോൾ ഓഫ് എത്തനോൾസ് ആണ് അവിടെ ഉള്ളത്? 3 മോൾസ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പൊ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കണം. സോ മോളിക്യുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 18 ഗ്രാം ആണ്. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേ? എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. ഇവിടെ എത്ര ഗ്രാം ജലമാണ് തന്നിരിക്കുന്നത്? 162 ഗ്രാം ജലം. അപ്പോ 162 ഡിവൈഡ് ബൈ 18. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 9 മോൾസ് എന്ന് കിട്ടും. 9 മോളുകൾ ഉണ്ട്. 9 മോള് വെള്ളമാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എത്തനോളിന്റെ മോൾ ഭിന്നം എത്രയാണെന്നാണ്. അപ്പോ XC2H5OH ഡിവൈഡഡ് ബൈ NC2H5OH പ്ലസ് 2 കൂടി വേണ്ടേ നമുക്ക്? 2 എണ്ണത്തിന്റെയും വേണം. അപ്പോ നോക്കുക, 3 എന്ന് പറയുന്നത് ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. ഏതിന്റെ? എത്തനോളിന്റെ. ഡിവൈഡഡ് ബൈ ഇത് എത്തനോളിന്റെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 0.25 എന്നാണ് മോൾ ഭിന്നം കിട്ടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? മോൾ ഫ്രാക്ഷൻ അഥവാ മോൾ ഭിന്നം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ക്ലിയർ ആണല്ലോ? നമുക്കിനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പൊ 138 ഗ്രാം എഥനോൾ 162 ഗ്രാം ജലത്തിൽ ലയിച്ചാൽ കിട്ടുന്ന ലായനിയിൽ എഥനോളിന്റെ മോൾ ഭിന്നം എത്രയാണ്? 0.25 ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഓർമ്മയുണ്ടല്ലോ? അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഏകകത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഗാഢത പ്രസ്താവിക്കുന്ന അടുത്ത മാർഗം ഏതാണെന്ന് നോക്കാം. അതാണ് മൊളാരിറ്റി. അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞ എന്താണ്? 1 ലിറ്റർ ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ മോളുകളുടെ എണ്ണത്തെ ആ ലായനിയുടെ മൊളാരിറ്റി എന്ന് പറയാം. എന്താണ് പറയുന്നത്? 1 ലിറ്റർ ലായനിയിൽ എത്ര ലീനം അല്ലെങ്കിൽ 1 ലിറ്റർ ലായനിയിൽ ഡിസോൾവ് ആയിട്ടുള്ള ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ മോളുകളുടെ എണ്ണത്തെയാണ് ആ ലായനിയുടെ എന്തെന്ന് പറയുന്നത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. സോ മൊളാരിറ്റി M is equal to ലീനത്തിന്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ലായനിയുടെ ലിറ്ററിലുള്ള വ്യാപ്തം. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ ആണ്. ഇതാണ് മോൾ പെർ ലിറ്റർ. ഇനി ഇത് പ്രധാനപ്പെട്ടതാണ്. താപനിലയും ടെമ്പറേച്ചറും മൊളാരിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? താപനില കൂടുമ്പോൾ എന്ത് കുറയുന്നു? മൊളാരിറ്റി കുറയുന്നു. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മൊളാരിറ്റി എങ്ങനെ എഴുതാം? മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അങ്ങനെ എഴുതാം. എന്താണ്? മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനും യൂസ് ചെയ്യാം. അതായത് WB × 1000 ഡിവൈഡഡ് ബൈ MB × വോളിയം. ബ്രാക്കറ്റിൽ അവിടെ മില്ലി ലിറ്റർ തന്നിട്ടുണ്ട്. അതായത് WB എന്ന് പറഞ്ഞാൽ ലീനത്തിന്റെ മാസ്, MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനത്തിന്റെ എന്താണ്? മോളിക്യുലാർ മാസ്, സോല്യൂട്ടിന്റെ മോളിക്യുലാർ മാസ്. ഓക്കെ, അപ്പൊ WB ആണ് ഇപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലീനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? ലീനത്തിന്റെ മാസ് × 1000 ഡിവൈഡഡ് ബൈ MB × വോളിയം.
MB എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സോല്യൂട്ട്. പിന്നെ ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. WB എന്ന് പറഞ്ഞാൽ ലീനത്തിന്റെ മാസാണ്, WA എന്ന് പറഞ്ഞാൽ ആയകത്തിന്റെ മാസാണ്, V എന്താണ് വ്യാപ്തമാണ്, MA മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ്, MB മോളിക്കുലാർ മാസ് ഓഫ് സോല്യൂട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിറ്റർ ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലീനത്തിന്റെ മോളുകളുടെ എണ്ണത്തെ ആ ലായനിയുടെ മൊളാരിറ്റി എന്ന് പറയുന്നു. മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് 4.9 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് 500 സെന്റിമീറ്റർ ക്യൂബ് ലായനിയിൽ നമ്മൾ ചേർത്തിരിക്കുകയാണ് എങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെ മൊളാരിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ. അപ്പൊ 4.9 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് 500 സെന്റിമീറ്റർ ക്യൂബ് ലായനിയിൽ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? W, മൊളാരിറ്റി ക്യാപിറ്റൽ M കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്താണ്? MB ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ, അങ്ങനെയല്ലേ? അപ്പൊ എന്താണ് WB എന്ന് പറയുന്നത്? ഇവിടെ എന്താണ് WB എന്ന് പറയുന്നത്? അതിന്റെ സോല്യൂട്ടിന്റെ മാസ് ആണ് അല്ലെ. അപ്പൊ എന്താണ് അത്? 4.9 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഇൻറ്റു വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 500 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്തെഴുതാം. WB എന്ന് പറയുന്നത് 4.9 ആണ്. വോളിയം എത്രയാണ്? 500 സെന്റിമീറ്റർ ക്യൂബ് ആണ്. MB നമ്മൾ കണ്ടുപിടിക്കണം. MB എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്, H2SO4ന്റെ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 × 2 പ്ലസ് എത്രയാണ്? 1 × 32 പ്ലസ് 4 × 16. അപ്പൊ ടോട്ടൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 98 ആണ് കിട്ടുക. 98. സോ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്? 98 ആണ് വരുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് 1/10 എന്ന് വരും. ദാറ്റ് ഈസ് 0.1 മൊളാരിറ്റി. 0.1 എന്നായിരിക്കും അതിന്റെ മൊളാരിറ്റി വരുന്നത്. ഓക്കെ, അപ്പോ മൊളാരിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നുള്ളൂ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ടതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മൊളാരിറ്റി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.